പ്രൈസ് ഗാഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നിങ്ങളുടെ നടുവിലായിരിക്കാൻ അല്പം കാലങ്ങൾക്ക് ശേഷം ഒരുമിച്ച് ഇങ്ങനെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് എൻ്റെ ജീവിതത്തിൽ തന്ന ഈ സാവകാശത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ശുശ്രൂഷയ്ക്കായി കർത്താവ് അവസരമൊരുക്കി, അതിന് കർത്താവിൻ്റെ മഹത്വം. മുഖാന്തരമായത് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ റോയി. അദ്ദേഹം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഓർമ്മിപ്പിച്ചതുപോലെ കർത്താവ് ഒരു നല്ല ബന്ധം, ആത്മാവിൽ ഒരു നല്ല ബന്ധം കർത്താവ് ആ കുടുംബവുമായി തന്നിരിക്കുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കൂടി വന്ന ഏവർക്കും, കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിരന്തരമായി കൂടി വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവമക്കൾ, ഓൺലൈനിലൂടെ വിവിധ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ ഞങ്ങളെ കാണുന്നവർ, ഇതിൻ്റെ റെക്കോർഡിങ്സ് കാണാൻ പോകുന്നവർ ഏവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. അവസരം തന്നതിന് ഒരു പ്രാവശ്യം കൂടെ നന്ദി പറയുന്നു പാസ്റ്ററെ. ഒരുപക്ഷെ ഞാൻ മെസ്സേജ് പറഞ്ഞങ്ങ് തുടങ്ങിക്കഴിയുമ്പോൾ ചിലപ്പോൾ നന്ദി പറയാനൊക്കെ മറന്നു പോകും. എങ്കിലും കർത്താവ് ഇങ്ങനെ ഒരു സാവകാശം നമ്മുടെ ജീവിതയാത്രയിൽ വീണ്ടും തന്നല്ലോ. നമുക്ക് ദൈവത്തിന് സ്തോത്രം കരയേറ്റാം. കഴിഞ്ഞ 28 ദിനരാത്രങ്ങൾ, 28.5 ദിവസങ്ങൾ കഴിഞ്ഞ് 29ാമത്തെ ദിവസത്തിൻ്റെ സന്ധ്യയെങ്കിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ ധാരാളം ദൈവവചനം നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ഒത്തിരി ദൂത് നിങ്ങളുടെ ഉള്ളിലുണ്ടോ അതോ ചെവിക്കകത്തേ ഉള്ളോ എന്നൊന്നറിയണം. അകത്ത് ദൈവം തന്നിട്ടുണ്ട്. ധാരാളം പേരെ ഈ ദിവസങ്ങൾ കൊണ്ട് തന്നെ ദൈവം ഈ 4 ആഴ്ചവട്ടങ്ങൾ കൊണ്ട് ബലപ്പെടുത്തി കഴിഞ്ഞു, മറുപടി അയച്ചു കഴിഞ്ഞു. ചിലരുടെയൊക്കെ വിഷയങ്ങൾ ഉരുവായി കഴിഞ്ഞു, അതിൻ്റെ മറുപടി ഉരുവായി കഴിഞ്ഞു എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. സ്തോത്രം. ഇനിയുള്ള ദിവസങ്ങൾ ആ ഉരുവായ മറുപടി നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാനുള്ള ഒരു ആഴ്ചവട്ടത്തിനകത്തേക്ക് നാം കടക്കുകയാണ് എന്ന് നമുക്കൊരുമിച്ച് വിശ്വസിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ അതിനായി സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഒരുമിച്ച് തിരുമുഖത്തേക്ക് നോക്കുന്നു. ഞങ്ങളോട് ഹൃദ്യമായി സംസാരിക്കണം. അങ്ങയ്ക്ക് മനസ്സുണ്ട്. ഞങ്ങളുടെ മനസ്സ് പരിശുദ്ധാത്മാവെ ഒന്ന് ഒരുക്കി തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കുഞ്ഞുങ്ങളെ വചനം കൊണ്ട് അങ്ങയ്ക്ക് പറയാനുള്ളത് കൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം, ശുശ്രൂഷിപ്പാൻ എളിയവളെ ഒരിക്കൽ കൂടെ നിയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. പല ടൈം സോണുകളിൽ ഞങ്ങളിരുന്ന് ഈ വചനം ശ്രദ്ധിക്കുമ്പോൾ അടിയനായിരിക്കുന്ന ദേശത്ത് ഈ മധ്യാഹ്നത്തിൽ സ്തോത്രം, 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 അങ്ങ് ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി നടകൊള്ളുമാറാകണം. അങ്ങിറങ്ങി നടക്കുന്നത് ഞങ്ങൾക്ക് അനുഭവിക്കാനിടയാകണം. ഞങ്ങളിൽ പലരും ഹല്ലേലൂയ ഒരു മേൽക്കൂരയുടെ അകത്തല്ല ഇരിക്കുന്നത്. ഞങ്ങൾ വിവിധയിടങ്ങളിൽ, വിവിധ ടൈം സോണുകളിൽ, വിവിധ സാഹചര്യങ്ങളിൽ ഒക്കെയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. പക്ഷേ ഹല്ലേലൂയ, ഞങ്ങൾ ആത്മാവിൽ ഐക്യമത്യപ്പെടുന്നു. കർത്താവേ, ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തെ ഏകാഗ്രമാക്കുന്നു. ഈ ഉപവാസത്തിൻ്റെ 29-ാം തീയതി ഹല്ലേലൂയ 9ാമത്തെ ദിവസം സന്ധ്യയെങ്കിൽ എന്തൊക്കെ ചെയ്യുവാൻ അങ്ങ് പദ്ധതിയിട്ടിരുന്നോ അതെല്ലാം ഇവിടെ നടക്കണം, അതെല്ലാം നടക്കണം. അതിനായി ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. വചനം ഒരു മഴ പോലെ പെയ്തിറങ്ങുമാറാകണം. ആത്മശക്തി ആ വചനത്തിനകത്തൂടെ ഞങ്ങളുടെ ശരീരാത്മദേവികളിൽ ഹല്ലേലൂയ തൊട്ടറിയുവാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അറുക്കപ്പെട്ട കുഞ്ഞാട് മാത്രം മഹത്വം എടുക്കണം. യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് ചോദിക്കുന്നു, കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം. പ്രൈസ് ഗാഡ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഈ ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവിൻ്റെ ദാസൻ വിളിച്ചൊരു ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനുള്ള ദൂത് കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. ആ ദൂതിലേക്ക് നിശ്ചയമായിട്ട് ഞാൻ വരും. പക്ഷേ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് പ്രവേശിക്കുമ്പോൾ
ഒരു ദൂതൊക്കെ കർത്താവ് ഒരുക്കി തന്നാലും അവിടെ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്തെങ്കിലും ഒന്ന് ഓർമ്മിപ്പിച്ചാൽ അത് പറയുന്ന ഒരു പതിവ് എനിക്കുണ്ട്. കാരണം എനിക്കറിയാം ആ ഭാഗം അല്ലെങ്കിൽ ആ ഒരു വചന വെളിപ്പാട് ദൈവം ഓർമ്മിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു പദ്ധതിയുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് വചനത്തിലെ ഒരു ഭാഗം ഒന്ന് ഓർമ്മിപ്പിച്ചു. ആ ഭാഗം ഒന്ന് പറഞ്ഞിട്ട് ഇന്ന് കർത്താവ് ഏൽപ്പിച്ച ദൂതിലേക്ക് ഞാൻ മടങ്ങി വരും. ഞാൻ എന്തുകൊണ്ടാണ് അത് പറയുന്നതെന്ന് വെച്ചാൽ അത് റിസീവ് ചെയ്യാനുള്ള, അതിലൂടെ വിടുതൽ പ്രാപിക്കാനുള്ള ആരൊക്കെയോ ഈ ദൂത് കേൾക്കാനായി ഇന്ന് നമ്മുടെ നടുവിലുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ആ കാര്യം ഓർമ്മിപ്പിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ തുടക്കത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞല്ലോ, ഈ 28 ദിവസങ്ങൾ കൊണ്ട് ചിലതൊക്കെ ഉരുവായിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അതിൻ്റെ പൂർണ്ണ വളർച്ചയെത്തി നാം അടുത്ത ദിവസങ്ങളിൽ കാണും എന്ന് പെട്ടെന്ന് അതിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഓർമ്മയിലേക്ക് വന്നതാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഹല്ലേലൂയ, സ്തോത്രം, ആ കുടുംബം കർത്താവിനെ ആരാധിക്കുവാൻ തക്കവണ്ണം നേതൃത്വം നൽകിയല്ലോ. ഞാൻ അവരെ ഓർത്ത്, ആ ചെറുപ്പക്കാരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം കരയേറ്റുകയാണ്. ഈ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു അടുത്ത ജനറേഷനാണത്. അങ്ങനെ ഒരു കൂട്ടത്തെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള ഒരാളാണ് ഞാൻ. അടുത്ത ഒരു കൂട്ടം, നാം ഇവിടെ നിന്ന് കർത്താവിൻ്റെ വരവ് താമസിച്ച് മാറ്റപ്പെട്ടാൽ തൊട്ടുപുറകിൽ ഒരു കൂട്ടം എഴുന്നേറ്റ് വരുന്നുണ്ടല്ലോ എന്ന് കാണുമ്പോൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നവർ ലീവ് ചെയ്തോന്ന് എനിക്കറിയത്തില്ല. വാട്ട് എവർ ഇറ്റ് മേ ബി. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം ആ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പാട്ടുകളിലൂടെ, ആരാധനയിലൂടെ, വചന വെളിപ്പാടിലൂടെ അവരുടെ തലമുറയിൽ ശക്തരായി അവർ പ്രയോജനപ്പെടുവാൻ ഇടയാക്കുമാറാകട്ടെ. എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരു മാതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് ആ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് അടിയൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഈ ചിലതൊക്കെ യെസ്, യു ആർ ദെയർ സോണിയ. ഗോഡ് ബ്ലെസ് യു. ഈ ചിലതൊക്കെ ഉരുവാകുന്ന സമയം, കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് ദൈവം എന്നോട് സംസാരിച്ച ഒരു ഭാഗമാണത്. ഡോണ്ട് മിസ് ദ സീസൺ ഓഫ് ബ്രീഡിങ്. അതായത് ചിലതൊക്കെ ഉരുവാകുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഈ ഡോൺ മിസ് എന്ന് പറയുന്ന ഒരു ടൈറ്റിലിൽ കർത്താവ് ധാരാളം കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ട്. ഡോൺ മിസ്, ഹല്ലേലൂയ, അതിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങൾ ഇന്നും കേൾക്കുവാനായിട്ട് പോകുന്നത്. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം, ഡോൺ മിസ് ദ സീസൺ ഓഫ് ബ്രീഡിങ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം ഈ യാക്കോബ്, ഉൽപ്പത്തി പുസ്തകം 31-ാമത്തെ വാക്യം, ജെനസിസ് ചാപ്റ്റർ 31 വേഴ്സ് 10, 31-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ആടുകൾ ചനയേൽക്കുന്ന കാലത്ത് ഞാൻ സ്വപ്നത്തിൽ ആടുകളിന്മേൽ കയറുന്ന മുട്ടാടുകൾ വരയും പുള്ളിയും മറുവും ഉള്ളവ എന്ന് കണ്ടു. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ഓർക്കുക, യാക്കോബ് ഒരു സ്വപ്നം കാണുകയാണ്. എപ്പോഴാണ് കണ്ടത്? ആടുകൾ ചനയേൽക്കുന്ന കാലത്ത്, സീസൺ ഓഫ് ബ്രീഡിങ്. ഹല്ലേലൂയ, സ്തോത്രം. അതായത് ആടുകളിൽ നിന്ന്, അവൻ്റെ കണ്ണിൻ്റെ മുമ്പിലുള്ള ആടുകളിൽ നിന്ന്, അവൻ തീറ്റിപ്പോറ്റുന്ന ആടുകളിൽ നിന്ന്, അവൻ സംരക്ഷിക്കുന്ന ആടുകളിൽ നിന്ന്, അവൻ ഓരോ ദിവസവും ആലയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോവുകയും മേച്ചിൽ കണ്ടെത്തി കൊടുക്കുകയും തിരിച്ചു കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്ന, ഹല്ലേലൂയ, ആ ആട്ടിൻ കൂട്ടത്തിൽ നിന്ന് അടുത്ത ഒരു തലമുറ ജനിച്ചു വരാനായിട്ടുള്ള, അത് ചനയേൽക്കുന്ന ഒരു കാലഘട്ടം. ഹല്ലേലൂയ, സ്തോത്രം. അത് ചനയേൽക്കുന്ന കാലഘട്ടത്ത്, ആ ബ്രീഡിംഗ് സീസണിൽ യാക്കോബിന് ഹല്ലേലൂയ ഉരുവാകുന്നത് എന്താണെന്നും ഏതൊക്കെ ആടുകളിൽ ഉരുവായി എന്നും അത് ഏത് വിധത്തിൽ പുറത്തു വരുമെന്നൊന്നും യാക്കോബിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയത്തില്ല. ആ സീസണിൽ പക്ഷേ ദൈവം യാക്കോബിൻ്റെ ആത്മാവിൻ്റെ കണ്ണുകളെ സ്വപ്നത്തിൽ തുറന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോ ഈ ചനയേൽക്കുന്ന കാലത്ത് ആത്മമണ്ഡലത്തിൽ സംഭവിക്കാനുള്ള കാര്യങ്ങൾ കാണുവാൻ ദൈവമേ എൻ്റെ കണ്ണു തുറക്കണമേ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കും?
ഹല്ലേലൂയ. ഈ സമയത്ത് കണ്ണു തുറന്നാലേ ഹല്ലേലൂയ ആടുകൾ ജന്മം കൊടുക്കുന്ന, ചില മാസങ്ങൾക്ക് ശേഷം ജന്മം കൊടുക്കുന്ന സമയത്ത് സന്തോഷിക്കാൻ പറ്റത്തുള്ളൂ, എന്തേലും പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ, ഈ സമയത്ത് കണ്ണു തുറക്കാതിരുന്നാൽ, ഈ സമയത്ത് ഈ ബ്രീഡിംഗ് സീസണിൽ ഹല്ലേലൂയ ഈ ചനയേൽക്കുന്ന കാലത്ത് യാക്കോബേ നീ അനങ്ങാതിരുന്നാൽ ഹല്ലേലൂയ നിനക്ക് പ്രതിഫലമായി ഞാൻ ഒരുക്കുന്ന സംഭവം എന്താണെന്നുള്ളത് ഹല്ലേലൂയ നിനക്ക് കാണാനോ അത് നിന്റെ കയ്യിലെത്താനോ അനുഭവിക്കാനോ കഴിയില്ല. സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നു ഹല്ലേലൂയ ദിസ് ഈസ് എ സീസൺ ഓഫ് ബ്രീഡിംഗ്. ഹല്ലേലൂയ. ചിലതൊക്കെ ചനയേൽക്കുന്ന ഒരു കാലഘട്ടമാണ്, നമ്മുടെ വീട്ടിനകത്ത് ചിലത് ഉരുവാകുന്ന ഒരു കാലഘട്ടമാണെന്ന് ഹല്ലേലൂയ സ്തോത്രം ആത്മാവിൽ ഗ്രഹിക്കുന്നവർ പറയണം, ദൈവമേ ഈ സമയത്ത്, ഈ കാലഘട്ടത്തിൽ, ഈ സീസണിൽ ഹല്ലേലൂയ ഞാൻ എന്ത് ചെയ്യണം, എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഹല്ലേലൂയ. നിങ്ങൾ ഓർത്തു നോക്കിക്കേ, 30-ാം അധ്യായത്തിലാണ് യാക്കോബും ലാബാനും തമ്മിൽ പ്രതിഫലത്തെക്കുറിച്ചുള്ള സംസാരമുണ്ടാകുന്നത്. പക്ഷേ ഞാൻ ഈ വായിച്ച വാക്യം 31-ാം അധ്യായത്തിലാണ്. പക്ഷേ നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ, 30-ാം അധ്യായത്തിൽ അതിൻ്റെ 32 മുതലുള്ള വാക്യങ്ങൾ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ ഇന്ന് നിന്റെ എല്ലാ കൂട്ടങ്ങളിലൂടെ കടന്ന് അവയിൽ നിന്ന് പുള്ളിയും മറുവുമുള്ള ആടുകളെയൊക്കെയും ചെമ്മരി ആടുകളിൽ കറുത്തതിനെയൊക്കെയും കോലാടുകളിൽ പുള്ളിയും മറുവുമുള്ളതിനെയും വേർതിരിക്കാം, അത് എൻ്റെ പ്രതിഫലമായിരിക്കട്ടെ. ഇത് പറയുമ്പോൾ യാക്കോബ് ഇതിനു മുമ്പ് സ്വപ്നം കണ്ടെന്ന് നമുക്കറിയത്തില്ല. സ്തോത്രം. പക്ഷേ 31:10 ഹല്ലേലൂയ സ്തോത്രം യാക്കോബ് പറയുന്നു, ആടുകൾ ചനയേൽക്കുന്ന കാലത്ത് ഞാനൊരു സ്വപ്നം കണ്ടു. ഹല്ലേലൂയ. ആ സ്വപ്നത്തിൽ എനിക്കൊരു കാര്യം മനസ്സിലായി, വരയും പുള്ളിയും മറുകുമൊക്കെ ഉള്ളതാണ് ഹല്ലേലൂയ സ്തോത്രം കൂടുതൽ ജനിക്കാൻ പോകുന്നത്. അതുകൊണ്ട് യാക്കോബ് ലാബാനോട് പറഞ്ഞു, എനിക്ക് പ്രതിഫലമായി അത് തന്നാ മതി. ഹല്ലേലൂയ സ്തോത്രം. നോക്കിക്കേ ഹല്ലേലൂയ യാക്കോബിന് എത്ര കൃത്യമായിട്ടാ തൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് ഹല്ലേലൂയ ചോദിക്കാനുള്ള ആ ഒരു ഉറപ്പ് കിട്ടിയത്. ഞാൻ പറയുന്ന ഈ ദൂത് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഹല്ലേലൂയ. കരമുയർത്തി ഹല്ലേലൂയ സ്തോത്രം. കർത്താവിനൊന്ന് മഹത്വം കരയേറ്റാമോ? ഹല്ലേലൂയ. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഇനിയും ഈ സ്വപ്നം കണ്ടാൽ മാത്രം മതിയോ? പോരാ. സ്വപ്നം കണ്ടാൽ മാത്രം പോരാ. കണ്ട സ്വപ്നം, അതിനു വേണ്ടി എന്ത് ചെയ്യണം, സ്വപ്നം എങ്ങനെ യാഥാർത്ഥ്യ തലത്തിലേക്ക് ഹല്ലേലൂയ ആ ഹെവൻലി റെലമിൽ നടക്കുന്ന, സ്വർഗീയ തലങ്ങളിൽ നടക്കുന്ന ആ സംഭവം, ആത്മമണ്ഡലങ്ങളിൽ നടക്കുന്ന ആ സംഭവം എനിക്കെങ്ങനെ ഈ മെറ്റീരിയൽ റെലമിനകത്തേക്ക്, ഈ ഫിസിക്കൽ റെലമിനകത്തേക്ക്, ഈ ഹല്ലേലൂയ സ്തോത്രം ആ ഭൗമിക തലത്തിലേക്ക് എനിക്ക് എങ്ങനെ ഹല്ലേലൂയ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള വിസ്ഡം കൂടെ കർത്താവിൽ നിന്ന് യാക്കോബ് പ്രാപിച്ചു. എന്നിട്ടാണ് ഇദ്ദേഹം ഹല്ലേലൂയ സ്തോത്രം ബലമുള്ള ആടുകൾ ഹല്ലേലൂയ സ്തോത്രം വന്ന് ചനയേൽക്കുന്ന ആ ഒരു സമയത്ത് ഹല്ലേലൂയ അരിഞ്ഞൽ വൃക്ഷത്തിൻ്റെയും പുന്നവൃക്ഷത്തിൻ്റെയും ഹല്ലേലൂയ ബദാം വൃക്ഷത്തിൻ്റെയും ഒക്കെ ഹല്ലേലൂയ പച്ചക്കൊമ്പുകൾ കൊണ്ടുവന്ന് അത് വെള്ള കാണും വരെ വരവരയായി ഉരിച്ച് ഹല്ലേലൂയ സ്തോത്രം ഈ പാത്തികളിലിട്ടത്. ഞാൻ വിശ്വസിക്കുന്നു ജനറ്റിക് എഞ്ചിനീയറിംഗ് അവിടെ തുടങ്ങിയതാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇദ്ദേഹം ഇത് ചെയ്യാനുള്ള വിവേകം കൂടെ സ്വർഗത്തിലെ ദൈവം യാക്കോബിന് കൊടുത്തു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ ദൈവമക്കളോട് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഡോണ്ട് മിസ് ദിസ് സീസൺ ഓഫ് ബ്രീഡിംഗ്. ഇത് നഷ്ടപ്പെടുത്തരുത്. ഹല്ലേലൂയ. എന്തൊക്കെയോ ഉരുവാകുന്ന ഒരു കാലഘട്ടമായി ഇത്. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. നമ്മുടെ വീടുകളിൽ ഹല്ലേലൂയ ചിലതൊക്കെ ഹല്ലേലൂയ ചില ടീനേജേഴ്സ് ഒക്കെ വളർന്നു വരുന്നുണ്ട്. അവരുടെ ഉള്ളിൽ ഹല്ലേലൂയ വിശ്വാസം ഉരുവാകേണ്ടുന്ന ഒരു കാലഘട്ടമുണ്ട്. അവരുടെ ഉള്ളിൽ ഹല്ലേലൂയ സുവിശേഷത്തിന്റെ അഗ്നി ഉരുവാകേണ്ടുന്ന ഒരു കാലഘട്ടമുണ്ട്. അവരുടെ ഉള്ളിൽ ഹല്ലേലൂയ ദൈവരാജ്യത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാനുള്ള തീരുമാനം
തീരുമാനങ്ങൾ എടുക്കേണ്ടുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടം, ഹല്ലേലൂയ, സ്തോത്രം. ദൈവമക്കളെ, നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ഈ കാലഘട്ടം ഉപയോഗിക്കുവാൻ എനിക്ക് സ്വപ്നം താ. ഹല്ലേലൂയ, സ്തോത്രം. എനിക്കതിനുള്ള വിവേകം താ. ഞാൻ കാണുന്ന സ്വപ്നത്തെ യാഥാർത്ഥ്യ തലത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ എന്ത് ചെയ്യണമെന്നുള്ള ബുദ്ധി എനിക്ക് താ. ഹല്ലേലൂയ. ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, ഹല്ലേലൂയ, ഇവിടെ ബ്രീഡ് ചെയ്യപ്പെട്ടതാ, ഇവിടെ ചനയേറ്റതാ, ഇവിടെ ഉരുവായ പലതും, ഹല്ലേലൂയ, സ്തോത്രം, പുള്ളിയും മറുകും, ഹല്ലേലൂയ, വരയും ഒക്കെ ഉള്ളതായി നമ്മുടെ പ്രതിഫലമായി നമുക്ക് ചേർത്ത് തരുന്ന ഒരു സമയമുണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കും. ഈ ഉപവാസ പ്രാർത്ഥന വൃഥാവായി പോകില്ല എന്ന് ആത്മാവിൽ, ഹല്ലേലൂയ, സ്തോത്രം, എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിന് സ്തോത്രം കരയേറ്റാം. ഈ ഉരുവാകുന്ന ആ ഒരു സംഭവം പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ചതുകൊണ്ട് ഞാൻ ആ ഭാഗം ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ തന്ന ഒരു ഭാഗം അനദർ ഡോൺ മിസ് ആണ്. ഹല്ലേലൂയ, സ്തോത്രം. നാം നഷ്ടപ്പെടുത്തരുത്. ഹല്ലേലൂയ. എന്ത് നഷ്ടപ്പെടുത്തരുത്? ഡോൺ മിസ് ദ വോയിസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ശബ്ദം നഷ്ടമാകരുത്. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത് നഷ്ടമാകരുത്, അനുസരിക്കുന്നത് നഷ്ടമാകരുത്. ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടുകൂടാ. ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് നടക്കുന്ന, ജീവിക്കുന്ന ആടുകളാകാനാണല്ലോ തമ്പുരാൻ നമ്മെ വിളിച്ചതും വേർതിരിച്ചതുമൊക്കെ. സ്തോത്രം. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുമെന്ന് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടാണ് കർത്താവ് പറഞ്ഞത്. എൻ്റെ ആടാണോ എൻ്റെ ശബ്ദം കേട്ടിരിക്കും എന്ന് വളരെ വ്യക്തമായിട്ട് കർത്താവ് പറഞ്ഞു. പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ഓട്ടത്തിനിടയിൽ നാം ശബ്ദം മിസ് ചെയ്യപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. നാം ശബ്ദം മിസ് ചെയ്തപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതായത് ഈ ശബ്ദം കേൾക്കാതെ പോകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് ഓർക്കുക. ഇനി നമ്മൾ അങ്ങനെ ആ ദൈവശബ്ദം നാം കേൾക്കാതെ പോയാൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മുടെ ലക്ഷ്യം തന്നെ മാറിപ്പോകും. ഈ ഭൂമിയിൽ ദൈവം നമ്മളെ എന്തിനു വേണ്ടി ആക്കി വെച്ചോ, അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ നമ്മളെ എന്തിനു വിട്ടോ, അതൊന്നും നടക്കാതെ പോകും. 1-2 ഉദാഹരണങ്ങളിലൂടെ പോകുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായം. ഞാൻ പറയുന്ന വേദഭാഗങ്ങൾ വളരെ കോമൺ ആയിട്ടുള്ള, സാധാരണയായി നാം കേൾക്കുന്ന വേദഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഉൽപ്പത്തി 22 എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അബ്രാം ഇസാഖിനെ യാഗം കഴിക്കാൻ പോയ കാര്യമാണ് വീണ്ടും സിസ്റ്റർ പറയാൻ പോകും. അങ്ങനെ ഇരിക്കല്ലേ. സ്തോത്രം. അബ്രഹാമിനോട് ദൈവം മകനെ യാഗം കഴിക്കാൻ പറഞ്ഞു. നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ മോരിയ ദേശത്ത് ഞാൻ കാണിപ്പാനിരിക്കുന്ന ഒരു മലയിൽ യാഗം കഴിക്കണമെന്ന് പറഞ്ഞു. ഞാനതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല കേട്ടോ. ഇദ്ദേഹം ഈ കുഞ്ഞിനെ കൊണ്ട് പോയതിൻ്റെ ഇടയ്ക്കൊക്കെ പല സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ ഫോക്കസ് അതിലോട്ടൊന്നുമല്ല. ഡോണ്ട് മിസ് ദ വോയിസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ശബ്ദം നഷ്ടപ്പെടുത്തരുത്, നമ്മൾ അത് കേൾക്കാതെ പോകരുത് എന്നുള്ളതാണ് നമ്മുടെ വിഷയം. 11-ാമത്തെ വാക്യം ഉൽപ്പത്തി പുസ്തകം 22:11. ജെനസിസ് ചാപ്റ്റർ 22 വേഴ്സസ് 11 and 12. ഇങ്ങനെ വായിക്കുന്നത്: ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു. ഞാനിതാ എന്നവൻ പറഞ്ഞു. ഓർത്തു നോക്കിക്കേ, അബ്രഹാമിൻ്റെ പൊസിഷൻ അപ്പോൾ എന്താണ്? യാഗപീഠം ഉണ്ടാക്കി, യാഗപീഠത്തിൽ ഇസഹാക്ക് കിടക്കുന്നു. അബ്രഹാം
വാളെടുത്ത് നിൽക്കുകയാണ്, കത്തിയെടുത്ത് നിൽക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇനി അബ്രഹാമിൻ്റെ മാനസികാവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അബ്രഹാമിൻ്റെ മാനസികാവസ്ഥ, ഹല്ലേലൂയ, സ്തോത്രം, തൻ്റെ ഏകജാതനെ ഹല്ലേലൂയ എൻ്റെ തന്നെ കൈകൊണ്ട് ഹല്ലേലൂയ ഇല്ലായ്മ ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയൊന്ന് ആലോചിക്കുക. ഒരു പിതാവിൻ്റെ ഒരവസ്ഥ, ഒരു മാനസികാവസ്ഥ. ദൈവത്തെ അനുസരിക്കുകയും വേണം, മകനെ നഷ്ടപ്പെടുകയും ചെയ്യും, അതും സ്വന്തം കൈകൊണ്ട് തന്നെ, സ്വന്തം കണ്ണിൻ്റെ മുമ്പിൽ തന്നെ. മടങ്ങിച്ചെന്ന് സാറയോട് എന്ത് പറയുമെന്നറിയത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. വല്ലാത്ത ഒരു ഇമോഷണൽ ടോയിലാണ് ഹല്ലേലൂയ, സ്തോത്രം, അബ്രഹാം ആയിരിക്കുന്ന. വല്ലാത്ത ഒരു വികാരത്തിൽ കൂടെയാണ് അബ്രഹാം കടന്നു പോകുന്നത്. എത്ര വേദനാജനകമായ ഒരു അനുഭവത്തിലൂടെയാണ് അബ്രഹാം കടന്നു പോകുന്നത്. നമുക്കൊന്ന് ഊഹിക്കാനായിട്ട് കഴിയുമോ? ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ വെച്ച് കുഞ്ഞൊന്ന് വെറുതെ വീണ് മുട്ടുപൊട്ടിയാൽ ഹല്ലേലൂയ അത് കണ്ടു നിൽക്കാനുള്ള ത്രാണിയില്ലാത്ത ഹല്ലേലൂയ മാതാപിതാക്കളല്ലേ നമ്മൾ. എന്തെങ്കിലും വേറെ ആരുടെയെങ്കിലും കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് കേട്ടാൽ, അയ്യോ എൻ്റെ കുഞ്ഞിനായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ സഹിച്ചേനെ എന്ന് പറഞ്ഞ് നെഞ്ചത്തിടിക്കുന്നവരാ നമ്മൾ. ആണോ അല്ലയോ? ഇവിടെ ഇരിക്കുന്ന അമ്മമാരെയൊക്കെ കണ്ടിട്ട് അവരാരും അങ്ങനെ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഞാൻ അങ്ങനെയാണ്. എന്തെങ്കിലും കേൾക്കുമ്പോൾ, കർത്താവേ എൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ, അയ്യോ എൻ്റെ കുഞ്ഞിനായിരുന്നെങ്കിലും ഓർത്ത് ഞാൻ കരയും. കാരണം അത് സഹിക്കാനുള്ള, കാരണം അത് സ്വന്തം കുഞ്ഞായതുകൊണ്ട് നമുക്കതങ്ങോട്ട് വഹിക്കാനുള്ള പ്രാപ്തിയില്ല. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷേ ഹല്ലേലൂയ, നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. ഇവിടെ അബ്രഹാം ഹല്ലേലൂയ തൻ്റെ ഹൃദയത്തിനകത്ത്, തൻ്റെ ഹല്ലേലൂയ ഹൃദയത്തിനകത്ത് വല്ലാത്ത വേദനയിൽ കൂടെ പോകുമ്പോൾ, വളരെയധികം ഒരു വലിയ പ്രതിസന്ധിയിൽ കൂടെ പോകുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, തനിക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്തതുപോലെ ഹല്ലേലൂയ എൻ്റെ കൈകൊണ്ട് തന്നെ ഈ കുഞ്ഞിനെ ഞാൻ ഇല്ലായ്മ ചെയ്ത് കളയണമല്ലോ എന്നുള്ള ആ വ്യഥയുടെ നടുവിൽ ഒരുപക്ഷെ കണ്ണൊക്കെ ഇറുക്കി പിടിച്ചായിരിക്കാം അബ്രഹാം ഈ കത്തിയെടുത്ത് ഈ കുഞ്ഞ്. പിന്നെ അബ്രഹാം ചിന്തിക്കുന്നത്, ഹല്ലേലൂയ ഒറ്റ വെട്ടിന് ഹല്ലേലൂയ ഈ കഴുത്തിൽ തന്നെ ഈ കത്തി വീഴണം. കാരണം രണ്ടാമതൊരു പ്രാവശ്യം ഹല്ലേലൂയ വെട്ടാൻ ഇടയാകരുത്. ഹല്ലേലൂയ അത്ര ശക്തിയിൽ വേഗത്തിൽ ഈ കാര്യം ചെയ്യണം. അല്ലെങ്കിൽ എനിക്ക് ഹല്ലേലൂയ ഒരു പ്രാവശ്യം കൂടെ എൻ്റെ കുഞ്ഞെൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് പിടയുന്നത് കാണാൻ എനിക്ക് കഴിയില്ല എന്നൊക്കെ ഓർത്ത് അത്തരം ഒരു മാനസികാവസ്ഥയിലാണ് ഇദ്ദേഹം ഹല്ലേലൂയ കത്തി ഉയർത്തി നിൽക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ആ കത്തിക്കും കഴുത്തിനും ഇടയിലുള്ള ആ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ, ഹല്ലേലൂയ നിമിഷങ്ങൾക്കിടയിൽ ഒരു ദൈവ ശബ്ദം അബ്രഹാമിനെ തേടി വന്നു. അബ്രഹാമേ, അബ്രഹാമേ, ബാലന്റെ മേൽ കൈവയ്ക്കരുത്, ഹല്ലേലൂയ അവനോടൊന്നും ചെയ്യരുത്. ഓർത്ത് നോക്കുക, അബ്രഹാം ഈ ശബ്ദം മിസ് ചെയ്തിരുന്നെങ്കിൽ, ചിന്തിച്ചിട്ടുണ്ടോ? തൻ്റെ ആ വല്ലാത്ത മാനസികാവസ്ഥയുടെ നടുവിൽ, തൻ്റെ ആ വലിയ വേദനയുടെ നടുവിൽ, തൻ്റെ മുമ്പിലുള്ള ആ വലിയ ദൗത്യത്തിൻ്റെ മുൻപിൽ ആ ഒരു സെക്കൻഡിനിടയിൽ അബ്രഹാം ഈ വിളി കേൾക്കാതെ പോയിരുന്നു എങ്കിൽ അവൻ്റെ കൈകൊണ്ട് അവൻ്റെ വാക്തത്വം തീർന്നുപോയനെ. ഇത് പറയുമ്പോൾ ഒന്ന് ഉപവാസ പ്രാർത്ഥനയാണല്ലോ, ഉള്ളിലേക്കൊന്ന് നോക്കിയേ. കർത്താവ് ഇതെന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ കർത്താവിനോട് തിരിച്ചു ചോദിച്ചു, കർത്താവേ, എത്ര പ്രാവശ്യം എൻ്റെ വികാരത്തിൻ്റെ തള്ളലിൽ, എൻ്റെ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ എനിക്ക് വഹിക്കാൻ കഴിയാതിരുന്ന മാനസികാവസ്ഥയിൽ, ഹല്ലേലൂയ ഞാൻ കടന്നുപോയ കഠിനമായിട്ടുള്ള ശോധനയുടെ നടുവിൽ, ഹല്ലേലൂയ എത്ര വട്ടം ഹല്ലേലൂയ അങ്ങയുടെ ശബ്ദം മിസ് ചെയ്തിട്ട് എൻ്റെ തന്നെ കൈകൊണ്ട് എൻ്റെ വാഗ്ദത്തത്തെ ഞാൻ ഇല്ലാതാക്കിയിട്ടുണ്ട്. എന്നെ കേൾക്കുന്നവർ ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കുമോ? കർത്താവേ, ഞാനായി തന്നെ അങ്ങയുടെ ശബ്ദം ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ, ഹല്ലേലൂയ സ്തോത്രം, നിമിഷങ്ങൾ കൊണ്ട് അങ്ങയുടെ ശബ്ദത്തിന് ശ്രദ്ധ വയ്ക്കാതെ പോയത് നിമിത്തം
എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? Hallelujah. I know that I am not sharing a very pleasant message. As usual, കർത്താവ് എന്നെ എപ്പോഴും ഏൽപ്പിക്കുന്ന ദൂതുകൾ ഇങ്ങനത്തെ ദൂതുകളാണ്. വാട്ട് ടു ഡു? അങ്ങനെയാണെങ്കിൽ നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, എൻ്റെ സാഹചര്യം എന്താണെങ്കിലും, എൻ്റെ മാനസികാവസ്ഥ എന്താണെങ്കിലും, എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്ത് തന്നെയായിരുന്നാൽ, ഞാനാകെ തകർന്നിരിക്കുന്ന അവസ്ഥയിലാണെങ്കിലും, അപ്പാ, എൻ്റെ ഒരു പ്രവൃത്തി നിമിത്തം അങ്ങയുടെ ശബ്ദം എൻ്റെ കാതുകളിൽ, എൻ്റെ ആത്മാവിൽ ഗ്രഹിക്കാൻ കഴിയാതെ എൻ്റെ വാഗ്ദത്തങ്ങളെ കീറിമുറിച്ച് കളയുവാൻ, ഇല്ലായ്മ ചെയ്ത് കളയുവാൻ എൻ്റെ ജീവിതത്തിൽ എനിക്കിടയാകരുതേ എന്ന് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, അബ്രഹാം പറയുന്നുണ്ട്, ഞാനും ബാലനും അവിടുത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം. 5-ാം വാക്യത്തിൽ. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഇസ്ഹാക്ക് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം വിറകുണ്ട്, കത്തിയുണ്ട്, തീയുണ്ട്, ആട്ടുകുട്ടി എന്തിയെ? അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള ഇസഹാക്കിന് ആരാധനയെക്കുറിച്ച് നല്ല അറിവുള്ള ഇസഹാക്കിന് ആരാധനയുടെ ക്രമങ്ങളെക്കുറിച്ച് നല്ല അറിവുണ്ട്. ആരാധനയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇദ്ദേഹത്തിന് അറിവുണ്ട്. ആരാധന ഇദ്ദേഹം പലവട്ടം കണ്ടിട്ടുണ്ട്. അവൻ്റെ അപ്പൻ ആരാധിക്കുന്നത് അവൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ആ ആരാധനയ്ക്ക് എന്തെല്ലാം വേണമെന്നുള്ളത് അവന് നന്നായിട്ടറിയാം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അതിനകത്ത് എന്തെങ്കിലും ഒന്ന് മിസ് ചെയ്താൽ ഹല്ലേലൂയ, ഇസ്ഹാക്കിന് അറിയാന്നേ. നമ്മുടെ കൂട്ടത്തിലും പലരും ആരാധനയ്ക്ക് വരുമ്പോൾ, ഈ ഒരു ഭാഗം ദൈവം എന്നോട് സംസാരിച്ചതിന് ശേഷം ഞാൻ എല്ലാ ഞായറാഴ്ചയും ആരാധനയ്ക്ക് പോകുന്നതിന് മുമ്പ് ഇത് പ്രാർത്ഥിച്ചിട്ട് പോകും കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. എന്താണെന്നറിയാമോ, നമ്മുടെ കൂട്ടത്തിൽ ഞാൻ ഡ്രൈവ് ചെയ്ത് എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, ചില മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, അവർ തന്നെ പറയാറുണ്ട്, ഹല്ലേലൂയ, അത് മിസ് ചെയ്തു, അതും കൂടെ ഉണ്ടായിരുന്നേ നല്ലതായിരുന്നു, ഇതുകൂടെ വേണമായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആരാധനയിലെ പല കാര്യങ്ങളും, കാരണം ജനിച്ചപ്പം മുതൽ അല്ലെങ്കിൽ ഉദരത്തിൽ കിടക്കുമ്പം മുതൽ ഇത് കണ്ടും അനുഭവിച്ച് ഇവർക്ക് ഭയങ്കര അറിവാന്നേ. ഇതിൻ്റെ കുറവ് കണ്ടുപിടിക്കാൻ അവർക്കറിയാം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഇവർ കൂടെ പോകുമെന്ന് ചോദിച്ചാൽ കൂടെ പോകും. ഹല്ലേലൂയ. കൂടെ നടക്കുമെന്ന് ചോദിച്ചാൽ കൂടെ നടക്കും. വിറക് ചുമക്കുമെന്ന് ചോദിച്ചാൽ വിറക് ചുമക്കും. ഹല്ലേലൂയ. അതിനിടയ്ക്ക് യാഗപീഠം ഉണ്ടാക്കാൻ അബ്രഹാമിനെ സഹായിക്കണമെന്ന് വിചാരിച്ചാൽ അതിനും സഹായിക്കും. ഞാൻ വിശ്വസിക്കുന്ന ഇസ്ഹാക്കൂടെ ചേർന്ന യാഗപീഠം പണിത് എല്ലാം ചെയ്യും. പക്ഷേ നിങ്ങൾ ഓർത്ത് നോക്കിക്കേ, അങ്ങോട്ട് പോയ ഇസ്ഹാക്കല്ല ഇറങ്ങി വരുന്നത്. അവനോട് ഇപ്പൊ ചോദിച്ചാൽ അവൻ പറയും, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ ഇതിനു മുമ്പ് എൻ്റെ അപ്പൻ ആരാധിക്കുന്നത് കണ്ടിട്ടുണ്ട്. ആരാധനയ്ക്ക് എന്തൊക്കെ വേണമെന്ന് എനിക്കറിയാമായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ആരാധനയുടെ ക്രമം എനിക്കറിയായിരുന്നു. അതിനകത്ത് എന്തെങ്കിലും മിസ് ചെയ്താൽ ഹല്ലേലൂയ അതെനിക്കറിയാമായിരുന്നു. പക്ഷേ ഇറങ്ങി വരുമ്പോൾ ഹല്ലേലൂയ എനിക്ക് ഒരു കാര്യം അറിയാം. ഇപ്പൊ എനിക്ക് ഒന്നറിയാം, ആരാധന എന്താണെന്ന് ഞാൻ കാണുകയായിരുന്നില്ല. ആരാധനയ്ക്ക് ഞാൻ കൂട്ടുനിൽക്കുകയായിരുന്നില്ല. ഞാൻ വാസ്തവമായും ആരാധനയുടെ ഒരു ഭാഗമായിട്ട് ഇറങ്ങി വരുന്നത്. അങ്ങോട്ട് പോകുമ്പോൾ ഹല്ലേലൂയ ഇസ്ഹാക്കിനറിയാം ആരാധനയ്ക്ക് ഒരു ആട്ടിൻകുട്ടി വേണമെന്ന്. എന്നാൽ ഇങ്ങോട്ട് വരുമ്പോൾ ഹല്ലേലൂയ ഇസ്ഹാക്ക് പറയും, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. എന്നെ വാളിന്റെ വായ്ത്തലയിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. എനിക്ക് പകരം ഹല്ലേലൂയ ഒരു ആട്ടിൻകുട്ടിയെ ഒരുക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. എന്റെ അപ്പൻ പറഞ്ഞു യഹോവ ഇരയെന്ന്. എന്നാൽ ഞാൻ പറയും യഹോവ ഇരയാണെന്ന് ഞാൻ അനുഭവിച്ചു.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ, അങ്ങോട്ട് പോകുമ്പോൾ ഇസഹാക്കിന് ഹല്ലേലൂയ പഴയ നിയമ ആരാധന അറിയത്തുള്ളൂ, കല്ലിൽ കൊത്തി ആരാധന അറിയത്തുള്ളൂ. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം, മോറിയ ദേശത്തെ ആ മലയുടെ മുകളിൽ നടന്നത് കാൽവറിയുടെ നിഴലാ, കാൽവറിയുടെ നിഴലാ. ഹല്ലേലൂയ, മാനവ കൊടി, ഹല്ലേലൂയ സ്തോത്രം, കോടിക്കണക്കിന് വരുന്ന ജനത്തിന്റെ പാപത്തിന് പരിഹാരമായി നിൽക്കുവാൻ കഴിയുന്ന ഹല്ലേലൂയ കൊമ്പുകാട്ടിൽ കുരുങ്ങിക്കിടന്ന ഹല്ലേലൂയ കുഞ്ഞാട് വെളിപ്പെട്ടത്. ഹല്ലേലൂയ, ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ഇസ്ഹാക്ക് പറയോ, ഞാൻ കാൽവറിയുടെ നിഴലായിട്ടാ ഇറങ്ങി വരുന്നത്, അതിന്റെ ഭാഗമായിട്ട് ഇറങ്ങി വരുന്നത്. പക്ഷേ ഇത് പറയാൻ ഇസഹാക്ക് ജീവനോടെ ഇരിക്കണമെങ്കിൽ, അനുഭവമുള്ള ഇസഹാക്ക് ഹല്ലേലൂയ, ഹല്ലേലൂയ ഇന്നത്തെ ഇസ്രായേൽ നേഷനായി മാറണമെങ്കിൽ ഹല്ലേലൂയ അബ്രഹാം ദൈവശബ്ദം മിസ് ചെയ്യരുത്. അബ്രഹാമിന്റെ വികാരത്തിന്റെ ആ വേദനയുടെ നടുവിൽ അബ്രഹാം ദൈവശബ്ദം മിസ് ചെയ്തിരുന്നെങ്കിൽ അനുഭവമുള്ള ഇസഹാക്ക് താഴേക്ക് ഇറങ്ങി വരില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇത് പറയുമ്പോൾ ഞാൻ ഒരു ദൂതര പറയട്ടെ, ഇതിനകത്ത് ശുശ്രൂഷിക്കുന്നവർ ധാരാളമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഐ എം നോട്ട് പോയിന്റിങ് ഫിംഗേഴ്സ് അറ്റ് യു. ഞാൻ ഹല്ലേലൂയ നിങ്ങളുടെ ആരുടെയും നേരെ വിരൽ ചൂണ്ടുകയല്ല. ഹല്ലേലൂയ സ്തോത്രം. ഇത് ദൈവം എന്നോട് സംസാരിക്കുമ്പോൾ, ഞാനും ശുശ്രൂഷയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ദൈവം എന്നോട് സംസാരിക്കുമ്പോൾ ഇതാദ്യം എനിക്ക് ഈ വെട്ടെന്നറിയാം, എനിക്ക് അത് അറിഞ്ഞ് അത് അനുഭവിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ ആരാധനയുടെ നടുവിൽ ഞാൻ ആരാധന നേതൃത്വം കൊടുക്കുമ്പോൾ, ഹല്ലേലൂയ ഞാനൊരു ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം, ദൈവശബ്ദം മിസ് ചെയ്ത് എൻ്റെ ഹല്ലേലൂയ വായിലെ വാളാകുന്ന ഹല്ലേലൂയ വാക്കുകൊണ്ടോ എൻ്റെ നോട്ടം കൊണ്ടോ ഹല്ലേലൂയ എൻ്റെ ആരാധനയുടെ രീതി കൊണ്ടോ ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം ഒരു ഇസ്ഹാക്കുമാര് പോലും മുറിവേറ്റോ, ഹല്ലേലൂയ സ്തോത്രം, മരിച്ചോ, ഈ മലയിൽ നിന്ന്, എൻ്റെ ആലയത്തിൽ നിന്ന്, എൻ്റെ കൂട്ടത്തിൽ നിന്ന് പുറത്തിറങ്ങി പോകാൻ ഇടയാകല്ലേ കർത്താവേ, അതിനായി ഞാൻ എന്നെ ഏൽപ്പിച്ചു തരുന്നു എന്നൊന്ന് പറ. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. അപ്പന്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം കേട്ടോ. ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ ആ ഭാഗത്തു നിന്നുള്ള ഒരു ദൂതൂടെ അങ്ങ് പറഞ്ഞേച്ച് പോകാം. ഹല്ലേലൂയ. ഈ അധ്യായം അവസാനിക്കുന്നത് ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം 23-ാം വാക്യത്തിൽ വായിക്കുന്നു. ജെനസിസ് ചാപ്റ്റർ 22:23 ഇങ്ങനെ വായിക്കുന്നു, ബെഥുവേൽ റിബേക്കയെ ജനിപ്പിച്ചു. സ്തോത്രം, സ്തോത്രം. ഒരു പ്രത്യാശയുടെ ദൂതും കൂടെ ഹല്ലേലൂയ ഇതിൻ്റെ നടുവിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് പോകാം. ഞാൻ ചിന്തിച്ചു, എന്തിനാ അതേ അധ്യായത്തിൽ തന്നെ റിബേക്ക ജനിച്ച കാര്യം അല്ലേ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചത്? അല്ലേ അതിനൊരു കാരണമുണ്ട് കേട്ടോ. അല്ലയോ ഇസ്ഹാക്കേ, ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം. അല്ലയോ അബ്രഹാമേ, ഹല്ലേലൂയ. അല്ലേ നിന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്റെ സന്തതി അങ്ങനെ തീർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഇസ്ഹാക്കേ, നീ ആ മോറിയ ദേശത്തെ ആ മലയുടെ മുമ്പിൽ ഹല്ലേലൂയ കത്തിച്ച് ഹല്ലേലൂയ ചാമ്പലാകാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം ഹല്ലേലൂയ നിനക്കുള്ള മണവാട്ടിയെ സ്വർഗം ഓൾറെഡി ജനിപ്പിച്ചു കഴിഞ്ഞു. റിബേക്ക ജനിച്ചിടത്തോളം കാലം ഇസ്ഹാക്ക് ജീവനോടിരുന്നേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ചില വിഷയങ്ങളെയൊക്കെ നോക്കി ഈ ഉപവാസ പ്രാർത്ഥനയുടെ നടുവിൽ പറ, ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം. എന്റെ വാഗ്ദത്ത സന്തതി, എന്റെ വാഗ്ദത്തം ഹല്ലേലൂയ അതിനോട് കൂട്ടിച്ചേർക്കാനുള്ളത്, അത് നിമിത്തം ഹല്ലേലൂയ ഇൻ ഫ്യൂച്ചർ വരാനുള്ളത്, അതിന്റെ ലിങ്കിനെ, അതിന്റെ കണക്ഷനെ, അതിന്റെ കാര്യങ്ങൾ ദൈവമേ നീ ഓൾറെഡി തുടങ്ങി വെച്ചതാണെങ്കിൽ എന്റെ കണ്ണിന്റെ മുമ്പ് ഈ വിഷയം തീരത്തില്ല. ഹല്ലേലൂയ, തീരത്തില്ല. റിബേക്കയെ ജനിപ്പിച്ച് തമ്പുരാൻ ഒരിടത്ത് വളർത്തുകയാ. അത് അതേ അധ്യായത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് എത്ര മനോഹരമായിട്ടാ ഹല്ലേലൂയ കണക്ട് ചെയ്ത് എഴുതി വെപ്പിച്ചെന്നാണ്. ആലോചിച്ച് നോക്ക്.
സ്തോത്രം. നമ്മുടെ ജീവിതത്തിലെ വലിയ പ്രതിസന്ധികളുടെ നടുവിൽ ദൈവത്തിൻ്റെ ശബ്ദം നഷ്ടമാകരുത്, മിസ് ചെയ്യരുത്, നാം കേൾക്കാതെ പോകരുത്. വേഗത്തിൽ മറ്റൊരു ഭാഗത്തിലേക്ക് ഒന്നോടിപ്പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഫസ്റ്റ് സാമുവേൽ 1 ശമൂവേൽ 3-ാം അധ്യായം. 1 ശമൂവേൽ 3-ാം അധ്യായത്തിലേക്ക് നാം പോകുമ്പോൾ അവിടെയും നിങ്ങൾക്ക് വളരെ പരിചയമുള്ള ഭാഗമാണ്. ശമൂവേൽ ബാലനെ ദൈവം വിളിക്കുന്ന ഭാഗം. അപ്പോഴും ഓർക്കരുത്, ഈ വിളി ഒത്തിരി പ്രസംഗം കേട്ടാന്ന് വിചാരിക്കല്ലേ കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ പറയുന്ന ഭാഗങ്ങളൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ദൂത് മനസ്സിലാകും. കാരണം ഇതിൻ്റെ റൂട്ട് നിങ്ങൾക്ക് പിടികിട്ടി. നിങ്ങളിങ്ങനെ ഇഷ്ടംപോലെ ദൈവവചനം കേൾക്കുന്നവരല്ലേ, ശുശ്രൂഷിക്കുന്നവരും അല്ലേ. ഡോണ്ട് മിസ് ദ വോയിസ് ഓഫ് ഗോഡ്. അപ്പോൾ ഇതിനകത്ത് ഇനി അതാണ് നിങ്ങൾക്കറിയാം. എന്നാൽ ഈ ദൂതിൻ്റെ ഒരു കംപ്ലീഷന് വേണ്ടി ഞാൻ സംസാരിക്കുന്നുള്ളതേ ഉള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം എത്ര പ്രാവശ്യം വിളിച്ചു ശമൂവേലിനെ? ഞാൻ ഈ കുറച്ച് കുഞ്ഞുങ്ങൾ ഇവിടെ ഈ ദൂതൊന്ന് ഷെയർ ചെയ്തായിരുന്നു. അപ്പം അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചു, ഹൗ മെനി ടൈംസ് ഡിഡ് ഗോഡ് കോൾ സാമുവേൽ? എല്ലാവരും പറഞ്ഞു 3 വട്ടമെന്ന്. 3 അല്ല 4 വട്ടം വിളിച്ചു. ഇറ്റ്സ് 4 ടൈംസ്. 4-ാമത്തെ പ്രാവശ്യമാണ് ശമൂവേൽ റെസ്പോണ്ട് ചെയ്യുന്നത്. 1 ശമൂവേൽ 3-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിലും 6-ാം വാക്യത്തിലും 8-ാം വാക്യത്തിലും 10-ാം വാക്യത്തിലും അങ്ങനെ 4 പ്രാവശ്യം ശമൂവേലിനെ ദൈവം വിളിക്കും. 4-ാമത്തെ പ്രാവശ്യമാണ് ശമൂവേൽ റെസ്പോണ്ട് ചെയ്യുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ആ കുഞ്ഞുങ്ങളെല്ലാവരും 3 പ്രാവശ്യം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇതൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പലപ്പോഴും നമ്മുടെ മൈൻഡിനകത്ത് 3 എന്നുള്ളൊരു ഒരു കണക്കാണ് കിടക്കുന്നത്. സ്തോത്രം. നിങ്ങൾ ഈ ശമൂവേലിനെ ആലോചിച്ച് നോക്കിക്കേ. ഈ കുഞ്ഞ് അവനൊരു ചെറിയ ബാലനാണ്. ശമൂവേൽ ബാലനം തന്നെയാണ്. ഹല്ലേലൂയ. സ്തോത്രം. അവനെക്കുറിച്ച് ആദ്യത്തെ കുറേ പ്രാവശ്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അവനൊരു ചെറിയ പൈതലാണ്. മുലകുടി മാറിയപ്പോൾ ആലയത്തിൽ കൊണ്ടുവിട്ടതാണ്. 5 to 8 years, 5 വയസ്സ് മുതൽ 8 വയസ്സിലുള്ള കാലഘട്ടമാണ് മുലകുടി മാറുന്ന പ്രായം എന്ന്, ആ കാലഘട്ടത്തിലെ പ്രായമെന്ന് വേദപഠിതാക്കൾ അഭിപ്രായപ്പെടുന്നു. അപ്പം ഞാനതിൻ്റെ ആ എക്സ്ട്രീമിൽ അങ്ങ് എടുക്കും. ഒന്നുകിലൊരു 7 വയസ്സിൽ 8 വയസ്സ് വരെ അമ്മയുടെ കൂടെ നിന്നു എന്ന് വെച്ചു. കൊണ്ടുവന്ന് വിട്ടതാണ്. വിട്ടിട്ട് ശമൂവേലിനെ സംബന്ധിച്ചിടത്തോളം അവനൊരു നല്ല അറ്റ്മോസ്ഫിയറിലല്ല ജീവിക്കുന്നത്. അവനെ ഗൈഡ് ചെയ്യാൻ അവൻ്റെ പ്രാർത്ഥിക്കുന്ന അമ്മയില്ല, കൂടില്ല. അവൻ്റെ അപ്പനില്ല. ഇനി ആലയത്തിനകത്തെ പുരോഹിതന് നേരെ ചൊവ്വേ കണ്ണ് കാണത്തില്ല. ഏലിയുടെ കണ്ണ് മങ്ങി. ഹല്ലേലൂയ. സ്തോത്രം. ഈ നിരന്തരം കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്ക് രാത്രിയാകുമ്പം കെട്ടുപോകുന്ന ഒരാലയത്തിലാണ് കിടക്കുന്നത്. സ്തോത്രം. പിന്നെ ഹല്ലേലൂയ. സ്തോത്രം. അവന് മാതൃകയാകേണ്ടുന്ന 2 അച്ചാച്ചന്മാരവിടെ ഉണ്ട്. ആ മാതൃക ഒട്ടും പിന്തുടരാൻ പറ്റുന്ന മാതൃകയുമല്ല. പക്ഷേ ഈ ശമൂവേൽ വന്ന് കിടക്കുന്ന ഒരവസ്ഥ, ഇവൻ രാവിലെ തൊട്ട് വൈകുന്നിടം വരെ ഇദ്ദേഹം കഠിനമായി വേല ചെയ്യുന്ന ഒരുവനാണ്. കാരണം പുരോഹിതന്മാരുടെ കൂടെ നിന്ന് ആ ശുശ്രൂഷയ്ക്ക് അവരെ സഹായിച്ച്, ഹല്ലേലൂയ സ്തോത്രം, ഒത്തിരി കാര്യങ്ങൾ ഈ കുഞ്ഞ് ചെയ്യുന്നുണ്ട്. സോ ഹി മൈറ്റ് ഹാവ് ബീൻ റിയലി ടയേർഡ്. ഭയങ്കര ക്ഷീണിച്ചായിരിക്കും വന്ന് ഈ കുഞ്ഞ് കിടക്കുന്നത്. ഇതാണല്ലോ നമ്മുടെ ഇതിനകത്തിരിക്കുന്ന മജോറിറ്റി ആൾക്കാരുടെ. നിങ്ങളുടെ കാര്യം പറയണ്ട, എൻ്റെ കാര്യം പറയാം. അപ്പോൾ പിന്നെ ആർക്കും പരാതിയില്ലല്ലോ. ഞാൻ ജോലിയും കൂടെ ചെയ്യുന്ന ഒരാളാണ്. സോ ജോലി കഴിഞ്ഞ് രാവിലെ എണീറ്റ് കുറേ ദൂരം ഡ്രൈവ് ചെയ്ത് പോയി ജോലിക്ക് പോയി, പിന്നെ തിരിച്ചു വന്ന് പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി കഴിയുമ്പോഴത്തേക്കും നമ്മളങ്ങ് പിന്നെ ഒന്നിനും കൊള്ളത്തില്ല. പിന്നെ എവിടെയെങ്കിലും അങ്ങ് കിടന്നാൽ മതി എന്നുള്ളത്. ഭയങ്കര ക്ഷീണമാണ്. അപ്പോൾ അത്രയും
ക്ഷീണിച്ച് തളർന്ന് കിടന്നുറങ്ങുന്ന ഈ കുഞ്ഞിനെ 2 വിളി. ഹല്ലേലൂയ, സ്തോത്രം. ശമൂവേലേ, ആ ശമൂവേലെന്നുള്ള ആ ആദ്യത്തെ വിളിക്കാത്ത ശമൂവേലേ എന്ന് പറഞ്ഞ ഒരൊറ്റ വിളിയാണ്. ഈ വിളിക്കകത്ത് ഇവൻ ഉണർന്നെന്നുള്ളതാണ്. സ്തോത്രം. അവൻ എഴുന്നേറ്റു, ഏലിയുടെ അടുക്കൽ ഓടിച്ചെന്നു. ഈ ഭാഗം വായിക്കുമ്പോൾ എത്രയോ വട്ടം കർത്താവ് 1 അല്ല 1000 വട്ടം വിളിച്ചിട്ട് ഞാനും നിങ്ങളും ക്ഷീണമാണെന്ന് പറഞ്ഞ് തിരിഞ്ഞു കിടന്നുറങ്ങി അല്ലേ? സ്തോത്രം. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞത് വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒത്തിരി സന്തോഷമുള്ളൊരു ദൂതല്ല ഞാൻ പറയുന്നത്. എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു ഉപവാസ പ്രാർത്ഥനയ്ക്ക് പറ്റിയ ദൂതായത്. ഹല്ലേലൂയ. 1 വട്ടം, 2 വട്ടം, 3 വട്ടം. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം എണീറ്റ് പോയി, 2ാമത്തെ പ്രാവശ്യം എണീറ്റ് പോയി. ഇനി ഈ കുഞ്ഞിൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ 3ാമത്തെ പ്രാവശ്യം ഈ ശബ്ദം കേൾക്കുമ്പം ഐ വിൽ ബി റിയലി കൺഫ്യൂസ്ഡ്. ഞാൻ വിചാരിക്കും എനിക്ക് തോന്നിയതായിരിക്കും. ബിക്കോസ് ആദ്യത്തെ പ്രാവശ്യം പോയപ്പം ഏലി പറഞ്ഞു വിളിച്ചില്ല, 2ാമത്തെ പ്രാവശ്യം പോയപ്പോഴും പറഞ്ഞു വിളിച്ചില്ല, ഞാൻ വിളിച്ചില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ 3ാമത്തെ പ്രാവശ്യം എൻ്റെ തോന്നലായിരിക്കും എന്ന് വിചാരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അവൻ്റെ തോന്നലിനല്ല മുൻതൂക്കം കൊടുത്തത്, അവൻ്റെ മനസ്സ് പറഞ്ഞതിനല്ല അവൻ മുൻതൂക്കം കൊടുത്തത്. അവൻ്റെ ആത്മാവിൽ അവൻ കേട്ടതിനോട് അവൻ പ്രതികരിച്ചു. ഹല്ലേലൂയ. അവൻ്റെ ആത്മാവിൻ്റെ ചെവികളിൽ അവൻ കേട്ടതിനോട് ഹല്ലേലൂയ, സ്തോത്രം, അവൻ പ്രതികരിച്ചു. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ശരീരത്തിൻ്റെ അവസ്ഥ മാറ്റിവെച്ച്, മനസ്സ് പറയുന്നത് മാറ്റിവെച്ച്, ആത്മാവിൽ ദൈവം നമ്മളെ നടത്തുന്ന ആ ഒരവസ്ഥ, അതിനോട് പ്രതികരിക്കാം നമുക്ക്. ഹല്ലേലൂയ, സ്തോത്രം. ഈ കുഞ്ഞ് ചെന്നിട്ട് അപ്പോൾ ഏലി ഒരു കാര്യം പറഞ്ഞു കൊടുത്തു. എന്താണ്? ബാലനെ വിളിച്ചത് ദൈവമാണെന്ന് ഏലിക്ക് മനസ്സിലായപ്പം, ഇനി നിന്നെ വിളിച്ചാൽ യഹോവയെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞുകൊള്ളണമെന്ന് പറഞ്ഞു. സ്തോത്രം. 4ാമത്തെ പ്രാവശ്യം ദൈവം ശമൂവേലിനെ വിളിക്കുമ്പോൾ ശമൂവേൽ ചിന്തിച്ചില്ല, ഞാൻ എണീറ്റിരുന്ന് യഹോവേ ഞാൻ അവൈലബിൾ ആണ്, എന്താണ് എന്നൊന്നുമല്ല ചോദിക്കുന്നത്. ഏലി എന്താണോ പറഞ്ഞു കൊടുത്തത് അതുപോലെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ ഇവിടെ മീൻസ് ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ ഈ ഒരു പക്ഷേ ഈ വീഡിയോ ഓൺ ചെയ്യാത്തവരുടെയൊക്കെ വീട്ടിലിരുന്നോ, അല്ലെങ്കിൽ വീഡിയോ ഓൺ ചെയ്തവരുടെ തന്നെ വീട്ടിൽ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇരുന്ന് കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, ഇനി ഇൻ കേസ് ഹല്ലേലൂയ സ്തോത്രം റെക്കോർഡിങ് ആരെങ്കിലും ഹല്ലേലൂയ സ്തോത്രം കുഞ്ഞുങ്ങൾ കേൾക്കുമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോടൊരു വാക്ക് പറഞ്ഞോട്ടെ. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന ചിലരുണ്ട്. ഹല്ലേലൂയ. ഏലിയുടെ കണ്ണ് കാണത്തില്ലായിരിക്കാം, ഏലിയുടെ മക്കളെ ചൊവ്വെ വളർത്താത്തവനായിരിക്കാം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഏലിയുടെ പുത്രന്മാർ, അത് 13ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന, അവൻ്റെ പുത്രന്മാർ ദൈവദൂഷണം പറയുന്ന അകൃത്യം അവൻ അറിഞ്ഞിട്ട് അവരെ ശാസിച്ചമർത്താത്തവനാണ്. ഹല്ലേലൂയ. അത്തരത്തിലുള്ള ഒരുവനായിരിക്കാം. ബട്ട് നിങ്ങൾക്ക് 100 കുറ്റം നിങ്ങളെ നടത്തുന്നവരെ കുറിച്ച് പറയാൻ കാണും, നിങ്ങൾക്ക് 100 കുറ്റം നിങ്ങളുടെ അപ്പനെ കുറിച്ചും അമ്മയെ കുറിച്ചും പറയാൻ കാണും. പക്ഷേ അവർ നിങ്ങളോട് ദൈവത്തോട് പ്രതികരിക്കേണ്ടത് എങ്ങനെയാണ് ദൈവശബ്ദം കേൾക്കേണ്ടത്, എങ്ങനെയാണ് ജീവിതം ഡിസിപ്ലിൻ ചെയ്യേണ്ടതെന്ന് ഹല്ലേലൂയ അവരുടെ ജീവിതം നിങ്ങൾ നോക്കണ്ട. ഹല്ലേലൂയ. അവർ പറഞ്ഞു തരുന്നത് ദൈവവചന അടിസ്ഥാനത്തിൽ ഹല്ലേലൂയ അതിനോട് ചേർന്ന് വരുന്നതാണെങ്കിൽ കുഞ്ഞേ, നീ അതങ്ങനെ അങ്ങ് അനുസരിച്ചോ, അത് നിന്റെ ജീവിതത്തിന് വിടുതല.
ഹല്ലേലൂയ. ഞാൻ ആഗ്രഹിക്കുന്നത് കുഞ്ഞുങ്ങളിൽ നിന്ന് കേൾക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മൊത്തം ദൂതും കേൾപ്പിച്ചില്ലെങ്കിൽ ഈ ഒരു ഭാഗമെങ്കിലും ഹല്ലേലൂയ സ്തോത്രം നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒന്ന് കേൾപ്പിച്ചേക്കാം. ഹല്ലേലൂയ. ഇവിടെ നിങ്ങൾ ആലോചിച്ച്, ഞാൻ ഈ ദേശത്ത്, ഞാനൊരു യൂറോപ്യൻ കൺട്രിയിലാണ് ഇപ്പോൾ. അപ്പോൾ ഈ ദേശത്ത് വന്നപ്പോഴാണ് ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ്, യുവർ മദർ ഈസ് വെരി കൺട്രോളിങ്, യുവർ ഫാദർ ഈസ് സോ കൺട്രോളിങ്. കൺട്രോളിങ് എന്നൊരു വേർഡ്. അപ്പനും അമ്മയും എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ അങ്ങോട്ട് പോകണ്ട, ഇപ്പം ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പിള്ളേർ പറയുന്നത് യു ആർ സോ കൺട്രോളിങ്, എന്നെ ഭയങ്കരമായിട്ടും കൺട്രോൾ ചെയ്യുവാന്നാണ് പറയുന്നത്. ഞാൻ ഇവിടെ വന്നിട്ട് ഈ വാക്കധികം കേൾക്കാൻ തുടങ്ങിയത് കേട്ടോ. It's not that we are controlling you, we are disciplining you. ഞങ്ങളെ കൺട്രോൾ ചെയ്യുവല്ല, ഹല്ലേലൂയ, ശരിയായ വഴി കൂടെ അങ്ങ് പോകാനായിട്ട് ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം നിങ്ങളെ ഒന്ന് ശീലിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇതേതെങ്കിലും കുഞ്ഞുങ്ങൾ കേൾക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഹല്ലേലൂയ സ്തോത്രം, നിങ്ങളൊരു വാഹനം ഓടിക്കുമ്പോൾ, നിർജീവമായ ഒരു സംഭവം ഹല്ലേലൂയ സ്തോത്രം ഓടിക്കുമ്പോൾ അതിൻ്റെ ആക്സിലറേറ്ററും അതിൻ്റെ ബ്രേക്കും ഹല്ലേലൂയ സ്തോത്രം നിങ്ങൾ കൺട്രോൾ ചെയ്യുമല്ലയോ? അത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ആ വാഹനത്തെ കൺട്രോൾ ചെയ്യുമല്ലയോ? ആണോ അല്ലയോ? ആണ്. അതിനെ കൺട്രോളിങ് എന്നല്ല നമ്മൾ വിളിക്കുന്നത്, അതിനെ സേഫ് ഡ്രൈവിംഗ് എന്നാണ് വിളിക്കുന്നത്. റോഡിൽ വരച്ചിരിക്കുന്ന വരയ്ക്കകത്തൂടെ ഈ വാഹനം ഹല്ലേലൂയ സ്തോത്രം അവിടെ കാണിച്ചിരിക്കുന്ന മൈലേജിനകത്ത് ഹല്ലേലൂയ അതിൻ്റെ താഴെ നിന്നുകൊണ്ട് ബ്രേക്കും ആക്സിലറേറ്ററും ഹല്ലേലൂയ നാട്ടി ക്ലച്ചും ഒക്കെ ഉപയോഗിച്ച് അതിൻ്റെ ഗിയറും ഒക്കെ മാറ്റിയിട്ട് ഹല്ലേലൂയ സ്തോത്രം വാഹനത്തെ കൊണ്ടുപോകുന്നത് ഹല്ലേലൂയ കണ്ടാൽ ഒരു കൺട്രോളിംഗ് ആണെന്ന് അനുഭവിക്കുന്ന വാഹനത്തിനും അത് കൺട്രോളിംഗ് ആണെന്ന് തോന്നുമായിരിക്കും. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് കൺട്രോളിംഗ്. ഹല്ലേലൂയ നാം ഒരുമിച്ച് ആ വാഹനവും ഹല്ലേലൂയ വാഹനത്തിൽ സഞ്ചരിക്കുന്ന നമ്മളും ഒരുമിച്ച് ഹല്ലേലൂയ സ്തോത്രം സുരക്ഷിതമായ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ വേണ്ടി ഹല്ലേലൂയ ആ ഡ്രൈവിംഗ് സീറ്റിൽ ആ സ്റ്റിയറിംഗിന്റെ പുറകിൽ ഹല്ലേലൂയ തൽക്കാലത്തേക്ക് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആ സ്റ്റിയറിംഗ് വീൽ അല്ലെങ്കിൽ ഞാൻ കൺട്രോൾ ചെയ്യുവല്ല, അല്ലെങ്കിൽ ഒരു സേഫ് ഡ്രൈവിംഗ് മോഡിൽ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. അണ്ടർസ്റ്റാൻഡ് ദിസ്. കുഞ്ഞുങ്ങളിതൊന്ന് മനസ്സിലാക്കുക. ഒരു ദൈവസഭയ്ക്കകത്ത് ഒരു ദൈവദാസൻ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ആ വാക്ക് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ജഡത്തിൽ നിന്നല്ല, ഹല്ലേലൂയ വികാരത്തിൽ നിന്നുമല്ല, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ പറയുമ്പോൾ ഹല്ലേലൂയ പാസ്റ്റർ നിങ്ങളെ കൺട്രോൾ ചെയ്യുവല്ല. He is trying to discipline you. He is making sure that we all will reach that safe shore. ആ ശുഭ തുറമുഖത്ത് സുരക്ഷിതരായി നമ്മൾ എത്തണം എന്നുള്ള ഒരു ചിന്തയിൽ പാസ്റ്റർ നമ്മളെ കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് അവർക്ക് നമുക്ക് കീഴടങ്ങാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ശമൂവേൽ ഈവൻ കൊച്ചു പയ്യനായിട്ടിരുന്ന ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം ഇത്രയും ക്ഷീണമാണ്, പലവട്ടം എഴുന്നേറ്റിട്ടും അത് വെറുതെയാണെന്ന് എനിക്ക് തോന്നുന്നു എന്നൊക്കെ വിചാരിച്ച് ഈ മനുഷ്യൻ, ആ ബാലൻ ഹല്ലേലൂയ ദൈവ ശബ്ദം ഹല്ലേലൂയ കേൾക്കാതെ പോയിരുന്നു എങ്കിൽ എന്ത് പറ്റിയേനെ? ഇസ്രായേലിന് ശക്തനായ ഒരു പ്രവാചകനെ നഷ്ടപ്പെട്ടേനെ. ദാൻ മുതൽ ബേർശേബ വരെ ഹല്ലേലൂയ സ്തോത്രം ഒരു വാക്കുപോലും പിഴയ്ക്കാത്ത പ്രവചനം പറഞ്ഞു വെച്ച ഒരു ശക്തനായ നേതാവിനെ നഷ്ടപ്പെട്ടേനെ. 2 രാജാക്കന്മാരെ അഭിഷേകം ചെയ്ത ഹല്ലേലൂയ ഇസ്രായേലിന്റെ ഹല്ലേലൂയ ശക്തനായിരിക്കുന്ന ഒരു വ്യക്തിത്വത്തെ അവർക്ക് നഷ്ടപ്പെട്ടേനെ. അല്ല,
ഹല്ലേലൂയ, സ്തോത്രം. എന്നെ എപ്പോഴും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ, രണ്ടാം അധ്യായത്തിന്റെ 19 വാക്യം. അവന്റെ അമ്മ ആണ്ടുതോറും ഒരു ചെറിയ അങ്കി ഉണ്ടാക്കി തൻ്റെ ഭർത്താവിനോടുകൂടെ വർഷാന്തരയാഗം കഴിപ്പാൻ വരുമ്പോൾ അവന് കൊണ്ടുവന്ന് കൊടുക്കും കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നു അതൊരു വലിയ ഉടുപ്പോ ഹല്ലേലൂയ വലിയ സംഭവമൊന്നും ആയിരുന്നില്ല. പഞ്ഞിനൂലങ്കിയ അവള് കൊണ്ടുവന്നേന്ന്. ഹല്ലേലൂയ, ഐ ബിലീവ് ദാറ്റ്. ഹല്ലേലൂയ, സ്തോത്രം. പഞ്ഞിനൂലങ്കിയ അവൾ നെയ്തുകൊണ്ട് വന്നേന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ഹന്ന പ്രാർത്ഥിച്ച് അവനെ വാങ്ങിക്കുക മാത്രമല്ല, അവൾ ദൈവത്തോട് ചെയ്ത ഉടമ്പടി ഹല്ലേലൂയ നിമിത്തം ഹല്ലേലൂയ അവനെ കൊണ്ടുവന്ന് ആലയത്തിൽ സമർപ്പിക്കുക മാത്രമല്ല, എന്റെ കുഞ്ഞ് പൗരോഹിത്യ ശുശ്രൂഷയിൽ ഹല്ലേലൂയ ആലയത്തിൽ ഹല്ലേലൂയ ശുശ്രൂഷയിൽ നിലനിൽക്കണമെന്ന് ഹല്ലേലൂയ ചിന്തിച്ചും പ്രാർത്ഥിച്ചും ഒരു വർഷം മുഴുവൻ ഇരുന്ന് പഞ്ഞിനൂലങ്കി നെയ്ത് അവന്റെ പ്രായത്തിനനുസരിച്ച് അവന്റെ വളർച്ചയ്ക്ക് അനുസരിച്ച് ഹല്ലേലൂയ എല്ലാ വർഷവും അങ്കി കൊണ്ടുവന്ന് കൊടുക്കുന്ന കുഞ്ഞെ, ഞാൻ അങ്കി നെയ്യാൻ കുഞ്ഞെ, നീ ശുശ്രൂഷയിൽ നിന്നാ മതി. നിന്റെ അങ്കി ചെറുതാകുമ്പോൾ നീ ഭാരപ്പെടണ്ട. അടുത്ത വർഷം നിന്റെ ശരീരത്തിന്റെ വലിപ്പമനുസരിച്ച് ഞാൻ അങ്കി നെയ്യാൻ പുറകിലുണ്ട്. നിന്റെ അമ്മയുള്ളിടത്തോളം കാലം നിന്റെ അങ്കിക്ക് ഒരു പഞ്ഞം വരത്തില്ലെന്ന് പറഞ്ഞ് അന്നയ്ക്ക് അങ്കി ഉണ്ടാക്കി കൊടുക്കാനേ പറ്റത്തുള്ളൂ. അഭിഷേകം കൊടുക്കാൻ, നിയോഗം കൊടുക്കാൻ സ്വർഗത്തിനെ കഴിയത്തുള്ളൂ. പക്ഷെ അവള് നെയ്തു കേട്ടോ, അവള് നെയ്തു. സ്തോത്രം. യോഖേബേലേ, നിനക്ക് ഹല്ലേലൂയ, സ്തോത്രം, 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 ഞാങ്ങണപ്പെട്ട ഉണ്ടാക്കാൻ കഴിയും, പശയും കേനും തേക്കാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. അത് നീ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നീ വെക്കുന്ന പെട്ടകത്തിനകത്ത് വെള്ളമല്ല, വെള്ളത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം ഒരു കണിക പോലും അകത്ത് കയറുന്നതിന് മുമ്പ് അവനെ ആ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്ത് പുറത്ത് കൊണ്ടുവരാൻ രാജകുമാരി ഇറക്കാൻ ഞാൻ തയ്യാറാണ്. ഹല്ലേലൂയ. പക്ഷെ അതിന് ചില അമ്മമാർ വേണം. ഹല്ലേലൂയ. ശമൂവേൽ ഈ ശബ്ദം കേൾക്കാതെ പോയിരുന്നെങ്കിൽ ഹല്ലേലൂയ ഹന്നയുടെ ഈ എഫേർട്ട് മുഴുവൻ വേസ്റ്റ്. ഹന്നയുടെ ഈ അധ്വാനം മുഴുവൻ വെറുതെ ആയിപ്പോയേനെ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ ഹല്ലേലൂയ, ഞാൻ അത്യധ്വാനം ചെയ്യുന്നത്, ഞാൻ സമർപ്പിച്ചത്, ഞാൻ ഏൽപ്പിച്ചു കൊടുത്തത്, ഞാൻ ഉടമ്പടി ചെയ്തത്, ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ പഞ്ഞിനൂലങ്കി നെയ്യുന്നത് ആർക്കു വേണ്ടിയാണോ അവർ ദൈവശബ്ദം കേൾക്കാതെ പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയുള്ള ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കുവാൻ, ഒരു ന്യായാധിപനെ എഴുന്നേൽപ്പിക്കുവാൻ, ന്യായാധിപന്മാർക്കും രാജാവിനും ഇടയിലുള്ള ഒരു കണ്ണിയെ എഴുന്നേൽപ്പിക്കുവാൻ ഹല്ലേലൂയ ചിലതൊക്കെ ഉരുവാകുന്ന, ഈ ചിലതൊക്കെ ചനയേൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞാൻ ചിലത് ചെയ്യുകയോ കർത്താവേ. ആർക്കു വേണ്ടി ചെയ്യുന്നു? അവർ തിരിഞ്ഞു കിടന്നുറങ്ങാൻ, അവർ കൺഫ്യൂസ്ഡ് ആയി പോകാൻ, സംശയിച്ച് വിളിയിൽ നിന്ന് വിളി കേൾക്കാതെ പോകാൻ ഇടയാകല്ലേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സിസ്റ്റർ ഷീജ അനിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുനീരിന് മറുപടി ഉണ്ട് കേട്ടോ, ഉണ്ട് ഉണ്ട് ഉണ്ട്. ശാത്യരേ രഗനതി കാലകത്തുനാരം. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ മുമ്പിലുള്ള സമയം തീരുകയാണെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ, സ്തോത്രം. വേഗത്തിൽ നിങ്ങളെ ഒരു ഭാഗത്തൂടെ ഒന്ന് കൊണ്ടുപോയിക്കോട്ടെ. ഹല്ലേലൂയ. ഈ അപ്പോസ്തലപ്രവൃത്തികൾ 9-ാം അധ്യായം, അതും നിങ്ങൾക്ക് കോമൺ ആണെന്ന് എനിക്കറിയാം. ഒരു കോമൺ പാസേജിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോസ്തലപ്രവൃത്തികളിലെ 9-ാം അധ്യായത്തിൽ ഹല്ലേലൂയ ശൗല് തൻ്റെ ജീവിതത്തിൽ വാസ്തവത്തിൽ താൻ വലിയ സ്വപ്നങ്ങൾ നെയ്ത് വരുന്നൊരു വരവായത്. സ്തേഫാനോസിനെ കല്ലെറിയുന്ന സമയത്ത് അവരുടെ വസ്ത്രം കാത്തൊക്കെ അവിടെ ഇരിക്കാനേ കഴിഞ്ഞുള്ളൂ. ഇദ്ദേഹത്തിന് വലിയ കാര്യമായിട്ടൊന്നും പ്രവർത്തിക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പം ദമസ്കോസിലുള്ള
സകല ക്രിസ്ത്യാനികളെയും പിടിച്ചു കെട്ടാനുള്ള അധികാരപത്രവും കൈവച്ചുകൊണ്ട് ഒരു വരവായി ഇദ്ദേഹം വരുന്നത്. പക്ഷേ ആ വരവിൻ്റെ നടുവിൽ തൻ്റെ മുമ്പിലുണ്ടായിരുന്ന, തൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചുണ്ടായിരുന്ന സകലതും കണ്ണിൻ്റെ മുമ്പിൽ ഇടിഞ്ഞു വീഴുന്നത് പോലെയാ ഈ ആകാശത്തു നിന്ന് വെളിച്ചം അവൻ്റെ ചുറ്റും മിന്നിയപ്പോൾ അവൻ നിലത്ത് വീണത്. ആ വീണ വീഴ്ചയിൽ തൻ്റെ കാഴ്ചയും പോയില്ലേ? ശൗലിനോട് ചോദിച്ചാൽ ശൗല് പറയും, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം, ഞാൻ ഇത്രയും ഈ ന്യായപ്രമാണം മുഴുവൻ വള്ളിപുള്ളി തെറ്റാതെ കാണാതെ പഠിച്ചതും ഗമാലിയലിൻ്റെ കാൽക്കലിരുന്നതും ഈ ഹല്ലേലൂയ മഹാപുരോഹിതന്മാരുടെ കയ്യിൽ നിന്നും സന്നിധി സംഘത്തിൻ്റെ കയ്യിൽ നിന്നും ഹല്ലേലൂയ ഈ പത്രം, അധികാരപത്രമെല്ലാം വാങ്ങിച്ചതും ഇങ്ങനെ വലിയ ആഘോഷത്തോടുകൂടി കിടുകിട വിറപ്പിച്ചുകൊണ്ട് ഇവിടം വരെ യാത്ര ചെയ്തതുമെല്ലാം ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം, എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ പണിതെടുക്കാനാ, അത് മുഴുവൻ തീർന്ന് തകർന്ന് അവൻ ദമസ്കോസ് ഏത് പട്ടണത്തെ ലക്ഷ്യമാക്കി അവൻ വന്നോ ആ പട്ടണത്തിന്റെ പടിവാതിൽ കടക്കുന്നതിന് മുമ്പ് അവൻ താഴെ വീണു. അതിന് വേറൊരു കാരണം കൂടെ ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. പ്രാർത്ഥിക്കുന്ന അനന്യാസ് എന്ന് പറയുന്ന ശിഷ്യനും കൂട്ടരും അകത്തുള്ളിടത്തോളം കാലം ശൗലേ, നിനക്ക് ഹല്ലേലൂയ, സ്തോത്രം, മാനസാന്തരപ്പെടാതെ ഈ പട്ടണത്തിന്റെ പടിവാതിൽ കടക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ ചില അനന്യാസുമാരെ ദൈവം തേടുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പൊ ശൗലിനോട് ചോദിച്ചാൽ, ഞാൻ ചോദിക്കട്ടെ, ഈ താഴെ വീണ സമയത്ത് ഈ ന്യായപ്രമാണം മുഴുവനും തലയിലിരിക്കുന്ന ഈ കുലം നിശ്വസിച്ചുകൊണ്ടിരുന്ന ഈ മനുഷ്യൻ, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്ന എന്തൊരു ശബ്ദം, ചുറ്റും നിൽക്കുന്നവർക്കൊക്കെ ഇടി മുഴുങ്ങുവാന്നൊക്കെയാ തോന്നിയുണ്ട്. ചുറ്റും നിൽക്കുന്നവർക്കൊന്നും വ്യക്തമായിട്ടൊന്നും കാര്യങ്ങൾ ഹല്ലേലൂയ, സ്തോത്രം, മനസ്സിലായിട്ടൊന്നുമില്ല. പക്ഷെ ഇവൻ മാത്രമേ വ്യക്തമായിട്ട് ഇത് കേട്ടുള്ളൂ. നീ ഉപദ്രവിക്കുന്ന യേശുവാണ്, നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലണം, നീ ചെയ്യേണ്ടത് അവിടെ വെച്ച് ഞാൻ നിന്നോട് പറയുമെന്നൊക്കെ ഇത് വ്യക്തമായിട്ട് ഇദ്ദേഹം കേട്ടു. ഈ ജീവിതത്തിൽ മുഴുവനും തകർന്ന് തരിപ്പണമായി വലിയ ജയത്തിലോട്ട് അങ്ങോട്ട് പ്രവേശിക്കാൻ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പ് വെച്ച് എല്ലാം തീർന്ന് കണ്ണിൻ്റെ കാഴ്ചയും പോയി. വലിയ രാജാവായിട്ട്, ഞാൻ എപ്പോഴും ഈ അധികാരപത്രം പിന്നീട് എവിടോട്ട് പറന്നുപോയെന്നറിയത്തില്ല, മൊത്തം പറന്നുപോയി. ഹല്ലേലൂയ, കൂടെ വന്നവർ കൈപിടിക്കുന്ന ഒരവസ്ഥയിലോട്ട് പോയിട്ടും ശൗൽ ആ ശബ്ദം കേട്ടു, അതനുസരിച്ചു. സ്തോത്രം. ജീവിതത്തിൽ എല്ലാം തകരുമ്പോൾ ദൈവശബ്ദം കേൾക്കുന്നത് നഷ്ടമായി പോകരുത്, അത് മിസ് ചെയ്യരുത്, അത് കേൾക്കാതെ പോകരുത്. ശൗൽ അത് കേൾക്കാതെ പോയിരുന്നെങ്കിൽ, അനുസരിക്കാതെ പോയിരുന്നെങ്കിൽ പുതിയ നിയമ ദൈവസഭയ്ക്ക് ഒരു പൗലോസിനെ നഷ്ടമായേനെ. ദൈവം വേറെ ആരെങ്കിലും എഴുന്നേൽപ്പിക്കും, അത് ശരിയാ. പക്ഷേ 14 ലേഖനങ്ങൾ ഇന്ന് നാം ശുശ്രൂഷിക്കുന്ന കർത്തൃമേശയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സംഭവം പോലും ഈ മനുഷ്യൻ എഴുതി തന്നതല്ലേ, ഈ മനുഷ്യനിലൂടെ പരിശുദ്ധാത്മാവ് തന്നതല്ലേ. അദ്ദേഹം ആ ശബ്ദം മിസ് ചെയ്തിരുന്നെങ്കിൽ പുതിയ നിയമ ദൈവസഭയ്ക്ക് എന്തൊരു വലിയ നഷ്ടമായിരുന്നു ഉണ്ടാവുക. ദൈവം വേറെ ആരെങ്കിലും ഒരുക്കും 100%. പക്ഷേ പൗലോസിനത് നഷ്ടമായേനെ. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ദൈവത്തിന് സ്തോത്രം കരയറ്റാം. ഹല്ലേലൂയ. വേറെ 1-2 ഭാഗങ്ങളൂടെ പറയണമെന്ന് ഞാൻ ചിന്തിച്ചു, പക്ഷേ ഞാൻ അതിലേക്ക് പോകുന്നില്ല. എൻ്റെ മുമ്പിലുള്ള സമയം അവസാനിക്കുകയാണ്. എന്നാൽ നാം കേൾക്കുന്നത് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ, അനുസരിക്കാൻ കഴിഞ്ഞാൽ അതിന് വലിയ റിസൾട്ട് ഉണ്ടാകും എന്നോർക്കുക. ഞാൻ ഈ ശുശ്രൂഷയ്ക്ക്
ഈ ഈ സൂമിനകത്തോട്ട് ഞാൻ കയറുമ്പോൾ കർത്താവ് എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വാക്യം. അവിടെ ആ അധ്യായങ്ങളിൽ നമുക്ക് രണ്ടുപേരെ കാണാൻ കഴിയും. ഒന്ന്, ഹല്ലേലൂയ സ്തോത്രം 19-ാമത്തെ 20-ാമത്തെ വാക്യത്തിൽ തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള വാക്ക് വിശ്വസിക്കാതെ മിണ്ടാതെ പോയതും. ദൈവശബ്ദം കേട്ടു, പക്ഷേ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ 45-ാമത്തെ വാക്യത്തിൽ കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവർത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ച് ഭാഗ്യപദവിയിലേക്ക് കയറിയ മറ്റൊരു വ്യക്തി. സ്തോത്രം. ദൈവശബ്ദം കേട്ടാൽ മാത്രം പോരാ, വിശ്വസിക്കണം, ചുവട് വയ്ക്കണം, അനുസരിക്കണം, ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. വിശദീകരിച്ച് പറയാൻ സമയമില്ലല്ലോ. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ ആ സെഖര്യാവിനത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു എലിസബത്ത് അത് വിശ്വസിച്ചേറ്റെടുത്തു. അവളെക്കുറിച്ച് വിശ്വസിച്ച ആ ശബ്ദം ഏറ്റെടുത്തവളെക്കുറിച്ച് സ്വർഗം ഒരു കാര്യം ഡിക്ലെയർ ചെയ്തു. എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് 6-ാം മാസം. ഹല്ലേലൂയ. സ്വർഗം ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം പറയുക. മറിയയുടെ അടുത്ത് വന്ന് പറയുക, ഹല്ലേലൂയ സ്തോത്രം, എലിസബത്തിന്റെ ലേബല് മാറിയ ഒരു സംഭവം നടന്നിട്ടുണ്ട് കേട്ടോ. എലിസബത്തിനെ ഈ കാലഘട്ടം അത്രയും മച്ചി എന്ന് വിളിച്ചോണ്ടിരുന്ന ഹല്ലേലൂയ ഒരു സമൂഹത്തിന്റെ നടുവിൽ അവളുടെ ലേബല് മാറിയിട്ടുണ്ട്. ഹല്ലേലൂയ അവളുടെ തലക്കെട്ട് മാറിയിട്ടുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥനയുടെ നടുവിൽ ദൈവ ശബ്ദം വിശ്വസിച്ച് ഏറ്റെടുക്കാമെന്നുണ്ടെങ്കിൽ മച്ചി എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇത് 6-ാം മാസം. ഹല്ലേലൂയ സ്തോത്രം. അവരുടെ ഹല്ലേലൂയ അടഞ്ഞ ചിലതിനെ തുറക്കുന്ന ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവനായ ഹല്ലേലൂയ ഒരുവനെ ചുമക്കുന്ന പ്രസവിക്കുന്ന ഒക്കെ ഒരു അവസ്ഥയിലേക്ക് ജനത്തെ കൊണ്ടുപോകാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതുകൊണ്ട് അരുളി ചെയ്തത് വിശ്വസിച്ചേറ്റെടുക്കാം. മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇത് 6-ാം മാസം. ലെറ്റ് us not miss the voice of God. നമുക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാം. ഉരുവാകുന്ന സമയത്ത് സ്വപ്നം കാണാം, ശബ്ദം കേൾക്കാം. ജീവിതത്തിലെ ഹല്ലേലൂയ സ്തോത്രം ഏറ്റവും പ്രതിസന്ധിയുടെ നടുവിൽ ഹല്ലേലൂയ വാഗ്ദത്തത്തെ കൊല്ലാതിരിക്കാം. ജീവിതത്തിലെ ക്ഷീണങ്ങളുടെ നടുവിൽ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം പ്രവാചകനിലെ ആ ദൗത്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത നഷ്ടപ്പെടുത്താതിരിക്കാം. ജീവിതത്തിലെ ചകർച്ചയുടെ നടുവിൽ ഒരു അപ്പോസ്തലന്റെ വിളിയിലേക്ക് ഹല്ലേലൂയ അപ്പോസ്തലത്വത്തിലേക്ക് ഹല്ലേലൂയ ഉള്ള നയിക്കൽ നമുക്ക് ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം നഷ്ടമാകാതെ സൂക്ഷിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.